ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോളിഫ്ലവർ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തണ്ടെല്ലാം മുറിച്ചു മാറ്റിയ ശേഷം അതിൻ്റെ പൂക്കൾ അടർത്തിയെടുത്ത് അത് ഇതുപോലെ 4ആയി മുറിച്ച് വെക്കാം. അതിലേക്ക് മഞ്ഞളും ഉപ്പും കൂടെ ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു വെക്കാം. ഇതിനകത്തെ പുഴുക്കളെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. 10 മിനിറ്റ് നേരം സോക്ക് ചെയ്ത ശേഷം ഊറ്റിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് കലക്കി വെക്കാം. മസാലകളെല്ലാം യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറേശ്ശെയായി വെള്ളം ഒഴിച്ച് കട്ട കെട്ടാതെ കലക്കിയെടുക്കണം. വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് കോളിഫ്ലവറിൻ്റെ എല്ലാ പീസസിലേക്കും ഈ കോട്ടിങ് നന്നായി പിടിക്കണം. അതുപോലെ മിക്സ് ചെയ്ത് ഇത് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടാക്കി ഓരോന്നായി അതിലിട്ട് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അരിപ്പൊടിയും കോൺഫ്ലവറും ചേർത്തത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് കിട്ടുന്നത്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മസാല തയ്യാറാക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഒരു 5 മിനിറ്റ് നേരം വഴറ്റിയ ശേഷം പച്ചമുളക്, സബോള, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എരിവിനാവശ്യമായി 2 വലിയ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് പച്ചമണം മാറുന്നതൊരു വഴറ്റിയ ശേഷം ഒരു തക്കാളി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണം. അതിലേക്ക് അല്പം ഗ്രേവിക്ക് ആവശ്യമായിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ചേർത്ത് എല്ലാ മസാലയും അതിൽ പിടിക്കുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കോളിഫ്ലവർ മസാല റെഡിയായി.